പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 സോഷ്യോളജിയുടെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം 2024 മുതൽ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും ന്യൂ സിലബസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. 2023 വരെ അഡ്മിഷൻ എടുത്ത് എക്സാം എഴുതാൻ കഴിയാത്തവരോ പരീക്ഷ എഴുതുന്നവരോ ഓൾഡ് സിലബസും 24 അതിനുശേഷവും ഫ്രഷ് അഡ്മിഷൻ എടുത്ത ആളുകൾ ന്യൂ സിലബസ് അനുസരിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ എക്സാമിന് പാഠഭാഗങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ ഏകദേശം 20 ചാപ്റ്ററോളം പബ്ലിക് എക്സാമിനേഷൻ വരുന്നുണ്ട്. 35 ചാപ്റ്റർ. അതില് നമുക്ക് ഫസ്റ്റ് ഇന്ന് എടുക്കുന്നത് 3ാമത്തെ ചാപ്റ്റർ മുതലാണ് തുടങ്ങുന്നത്. ആദ്യത്തെ 2 ചാപ്റ്റർ അസൈൻമെന്റ് ചാപ്റ്റർ ആണ്. അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഗൈഡിൽ നമുക്ക് 3ാമത്തെ ചാപ്റ്റർ സോഷ്യോളജി റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. സോഷ്യോളജി എന്ന് പറഞ്ഞാല് സാമൂഹ്യ ശാസ്ത്രമാണ്. അപ്പൊ സോഷ്യോളജി മറ്റുള്ള സാമൂഹ്യ ശാസ്ത്രവുമായി പരമായ ബന്ധം എന്തെന്നുള്ളതാണ്. സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് ഈ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസുമായിട്ട് സോഷ്യോളജി എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരിക, മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ആൻസർ മലയാളത്തിൽ എഴുതാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ആൻസർ എഴുതാം. അപ്പൊ നമ്മളിവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും വായിക്കും മലയാളത്തിലും വായിക്കും. അത് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പല വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു കോൺഫിഡൻസിന് പ്രശ്നം വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ മോഡലാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കും. നിങ്ങൾക്ക് ആൻസർ മലയാളത്തിൽ എഴുതാം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഓരോ മാർക്കിന്റെ ഏകദേശം 20-30ഓളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് കൂടുതലും ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. അതുകൊണ്ട് അത് നമ്മൾ ഈ 3ാമത്തെ ചാപ്റ്ററിന്റെ 2ാമത്തെ പാർട്ട് വീഡിയോസിൽ നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് മാത്രം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കിട്ടും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക് ഇത്തരം ക്വസ്റ്റ്യൻസിന് എങ്ങനെയെല്ലാം ആൻസർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 3ാമത്തെ ചാപ്റ്റർ ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് സോഷ്യോളജി എന്നാണ്. ഈ സോഷ്യോളജി എന്താണെന്ന് അറിയാതെ നമ്മൾ നേരെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് സോഷ്യോളജി എന്താണെന്ന് ആദ്യം ഞാൻ പഠിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ആ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ. ഏകദേശം മൊത്തം 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചാപ്റ്ററിൽ വരുന്ന 7 ക്വസ്റ്റ്യൻസും സോഷ്യോളജി എന്താണെന്നുള്ളതും കൂടി 8 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സോഷ്യോളജി? എന്താണ് സോഷ്യോളജി എന്ന് പറയുന്നത്? സാമൂഹ്യ ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന ശാഖയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് എന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത്. ഈ സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹത്തെ കുറിച്ചുള്ള ശാസ്ത്രപരമായ പഠനമാണ്, സയന്റിഫിക് ആയിട്ടുള്ള പഠനമാണ്. അതാണ് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത്. അവിടെ സാമൂഹിക ബന്ധങ്ങളെയും സാമൂഹികപരമായ ചുറ്റുപാടുകളെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രീയപരമായ പഠനമാണ് എന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത്. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് 3ാമത്തെ ചാപ്റ്റർ വരുന്നത്. വാട്ട് ആർ ദ സിമിലാരിറ്റീസ്? സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ താരതമ്യപ്പെടുത്താണ്. ആൻഡ് ഡിഫറൻസ്, വ്യത്യസ്തമാണ്. ബിറ്റ്വീൻ ഏതൊക്കെ തമ്മിൽ? സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി. സോഷ്യോളജിയും ഹിസ്റ്ററിയും, സോഷ്യോളജിയും ചരിത്രവും തമ്മിലുള്ള ബന്ധങ്ങളും വ്യത്യാസങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ 2ാമത്തെ ക്വസ്റ്റ്യൻസിൽ വരുന്നത്. അപ്പൊ എന്താണ് സോഷ്യോളജി എന്ന് നമ്മൾ പറയുന്നുണ്ട്? സമൂഹത്തെ കുറിച്ചിട്ടും സാമൂഹിക ചുറ്റുപാടുകളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ മനുഷ്യന്റെ സ്വഭാവങ്ങളെ കുറിച്ചിട്ടും, ഇത് ജാതി, മതം, വർഗം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത്, സോഷ്യോളജിയെ കുറിച്ച് പഠിക്കുന്നത്. എന്നാൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ചരിത്രം എന്ന് പറയുന്നത് പാസ്റ്റ് സ്റ്റഡിയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മുടെ പൂർവികരായ ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് മുതൽ മനുഷ്യന്റെ പരിണാമത്തെ കുറിച്ച് അവിടുന്ന് അങ്ങോട്ടുമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിനെയാണ് ഇത് പറയുന്നത്
ഹിസ്റ്ററി എന്ന് പറയുന്നത് മനുഷ്യൻ ജീവിതത്തെ കുറിച്ചിട്ടും അവരുടെ ജീവിത രീതികളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ അവരുടെ പെരുമാറ്റ രീതികൾ, ഭക്ഷണ രീതികൾ, ആവാസ വ്യവസ്ഥകൾ, ഇങ്ങനെയുള്ള സാമ്പത്തികപരമായ മേഖലകൾ, ഇങ്ങനെ ചരിത്രപരമായ കാര്യങ്ങൾ പഠിക്കുന്നതാണ് എന്ന് പറയുന്നത് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം 2 കോളായിട്ട് നമ്മുടെ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഗൈഡ് നമുക്ക് 14ാമത്തെ പേജിൽ ഇതിൽ കാണുന്നുണ്ട്. ഒരു കോളം സോഷ്യോളജി, അടുത്ത കോളം ഹിസ്റ്ററി. അപ്പൊ സോഷ്യോളജി എന്ന് പറയുന്നത് പ്രസന്റിനെ കുറിച്ച് പഠിക്കുന്നതാണ്, വർത്തമാന കാലത്തെ കുറിച്ച് പഠിക്കുന്നതാണ്. ഹിസ്റ്ററി നേരെ ഓപ്പോസിറ്റ് ആണ്, ചരിത്രപരമായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ ഭൂതകാലത്തെ കുറിച്ച് പഠിക്കുന്നതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. എന്നാൽ സോഷ്യോളജി, 2ാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ശാസ്ത്രപരമായ, ഹിസ്റ്ററി വന്നതിന് ശേഷം വന്നതാണ് എന്ന് പറയുന്നത് സോഷ്യോളജി, പുതിയ ശാസ്ത്രമാണ്. എന്നാൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇത് പഴയതാണ്, പഴക്കം ചെന്നതാണ്. 3ാമത്തെ വ്യത്യാസം സോഷ്യോളജി എന്ന് പറയുന്നത് സോഷ്യോളജിയിൽ പഠിക്കുന്ന പലതും ചരിത്രത്തിലില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചരിത്രം എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രപരമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒട്ടേറെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്, ഹിസ്റ്ററിയിൽ വരുന്നുണ്ട്. അടുത്ത വ്യത്യാസം സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത് കേവലം ശാസ്ത്രമാണ്, എന്നാൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് സമൂർത്തമാണ്, അത് കേവലമല്ല എന്നാണ് പറയുന്നത്. അടുത്ത 5ാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രം അതിലുൾപ്പെട്ട സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ചുള്ള വീക്ഷണമാണ്. എന്നാൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഏത് സംഭവത്തെ കുറിച്ചിട്ടും സമഗ്രപരമായ പഠനം നടത്തുന്നതാണ് എന്ന് പറയുന്നത് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ സോഷ്യോളജി എന്ന് പറയുന്നത് പ്രസന്റ് ആണ്, ഹിസ്റ്ററി എന്ന പാസ്റ്റ് ആണ്, കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് എന്നുള്ളതാണ്. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻസ്, ഡിസ്ക്രൈബ് ഹൗ സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രം ഈസ് ഡിഫറെന്റ് ഫ്രം സോഷ്യോളജി. വിവരിക്കാനാണ് പറയുന്നത്. സൈക്കോളജി സോഷ്യോളജിയിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമാകുന്നു, ആൻഡ് സ്റ്റേറ്റ് സിമിലാരിറ്റി, അവ തമ്മിലുള്ള ബന്ധം എന്താണ്. അപ്പൊ അവ തമ്മിലുള്ള ബന്ധം നമുക്ക് പറയാം. എന്താണ് സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധം പറയാം, പിന്നെ ഡിഫറൻസും പറയാം. സൈക്കോളജി എന്ന് പറയുന്നത് മനഃശാസ്ത്രമാണ്. മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച്, ബുദ്ധിശക്തി, അതേപോലെ തന്നെ അവന്റെ പ്രതീക്ഷകള്, അതേപോലെ തന്നെ മനുഷ്യന്റെ പ്രേരണകള്, ഓർമ്മശക്തി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ന് പറയുന്നത് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. വ്യക്തികളുടെ മാനസിക വികാസത്തിൽ, സാമൂഹ്യ ജീവിതത്തെ സ്വാധീനിക്കാൻ അത് പഠിക്കുന്നുണ്ട് എന്നതാണ്. സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹത്തിലെ സംഘടിതപരമായ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഓക്കെ, സാമൂഹിക ചുറ്റുപാടുകളെ കുറിച്ച് പഠിക്കുന്നതാണ്. ഇതാണ് ഇത് തമ്മിലുള്ള ബന്ധം. ഇനി വ്യത്യാസം എന്താണെന്ന് 2 കോളം കുറിച്ചുണ്ട്. ഒരു കോളം സോഷ്യോളജിയും അടുത്ത കോളം സൈക്കോളജിയാണ്. സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹത്തിലെ അംഗങ്ങൾക്കും വ്യക്തികൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ വ്യക്തികളിൽ സമൂഹത്തിനുള്ള സ്വാധീനം, ഓരോ വ്യക്തിയും സമൂഹത്തിലുള്ള സ്വാധീനത്തെ കുറിച്ചിട്ടാണ് സൈക്കോളജി പറയുന്നത്. 2ാമത് പറയുന്നത് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രക്രിയകളെ വിശകലനം ചെയ്യുന്നു. എന്നാൽ സൈക്കോളജി എന്ന് പറയുന്നത് മനഃശാസ്ത്രം പഠന വിധേയമാക്കുന്നത് മാനസികപരമായ വിഷയങ്ങളാണ്. 3ാമത് പറയുന്നുണ്ട് സോഷ്യോളജി പരീക്ഷണശാലകൾക്ക് സ്ഥാനമില്ല എന്നതാണ്. എക്സ്പെരിമെന്റ് നടത്താൻ പറ്റില്ല, അവിടെ അങ്ങനെ തെളിയിക്കാൻ പറ്റില്ല. എന്നാൽ സൈക്കോളജി എന്ന് പറയുന്നത് പരീക്ഷണശാല രീതിക്ക് വലിയ സ്ഥാനം നൽകുന്നുണ്ട്. ലാസ്റ്റ് പറയുന്നുണ്ട് സോഷ്യോളജി എന്ന് പറയുന്നത് സാമൂഹ്യശാസ്ത്രത്തിൻ്റെത് സാമൂഹ്യ തലത്തിലുള്ള സമീപനമാണ്. എന്നാൽ സൈക്കോളജി എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു സമീപനമാണ് വരുന്നത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിസ്ക്രൈബ് ഹൗ പൊളിറ്റിക്കൽ സയൻസ് ഈസ് ഡിഫറെന്റ് ഫ്രം സോഷ്യോളജി ആൻഡ് സിമിലാരിറ്റി. പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് രാഷ്ട്രീയ മാംസ അല്ലെ. പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം എന്ത്, വ്യത്യാസം എന്ത്? നമുക്കറിയാം പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ കുറിച്ചിട്ടാണ്. രാഷ്ട്രീയ സംഭവങ്ങൾ, രാഷ്ട്രീയ വ്യവസ്ഥകൾ, ഭരണകൂടം, ഗവൺമെന്റ്, നീതിന്യായം, ഇതുപോലുള്ള സംഭവ വികാസങ്ങളാണ് എതിര് വരുന്നത്, പൊളിറ്റിക്കൽ സയൻസിൽ വരുന്നത്. എന്നാൽ സോഷ്യോളജിയിൽ അങ്ങനെയല്ല. സമൂഹത്തെക്കുറിച്ചും സാമൂഹിക ചുറ്റുപാടുകളെ കുറിച്ചും അതേപോലെ തന്നെ കുടുംബം, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇതിൽ പഠിക്കുന്നുണ്ട്, സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ സിമിലാരിറ്റി. ഇനി 2 കോളം വെച്ചിട്ടുണ്ട്. ഒരു കോളം സോഷ്യോളജി, ഒരു കോളം പൊളിറ്റിക്കൽ സയൻസ്. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഇനി പറയുന്നത്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സമൂഹത്തെ കുറിച്ചുള്ള പഠനമാണ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തെ കുറിച്ചിട്ട്
ഉള്ള പഠനമാണ്. അടുത്ത സോഷ്യോളജി എന്ന് പറയുമ്പോൾ അതിൽ കുടുംബം പറയുന്നുണ്ട്, സാമ്പത്തിക ശാസ്ത്രം വരുന്നുണ്ട്, മതം, വിദ്യാഭ്യാസം, ഭരണകൂടം ഇതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്നാൽ പൊളിറ്റിക്കൽ സയൻസിൽ ഭരണകൂടത്തെയും ഗവൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജീവിയായ മനുഷ്യനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാല് ഭരണകൂടം എന്ന ഒരൊറ്റ മാനുഷിക സംഘടനാ രൂപത്തെ കുറിച്ചുള്ളതാണ്. നാലാമത്തത് സോഷ്യോളജി ഒരു പൊതുശാസ്ത്രമാണ്. എന്നാൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ്. അഞ്ചാമത് പറയുന്നുണ്ട് സംഘടിത സമൂഹങ്ങൾ എന്ന പോലെ അസംഘടിത സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് സംഘടിത സമൂഹങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആറാമത് പറയുന്നുണ്ട് സോഷ്യോളജി മനുഷ്യന്റെ അബോധ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ബോധപൂർവപരമായ പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഏഴാമത് പറയുന്നത് മനുഷ്യൻ എങ്ങനെ എന്തുകൊണ്ട് രാഷ്ട്രീയ ജീവിയായി എന്ന് വിശദീകരിക്കാൻ സോഷ്യോളജി കഴിയുന്നുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് തന്നെ മനുഷ്യന്റെ ഒരു രാഷ്ട്രീയ ജീവിയാണെന്ന സങ്കല്പത്തിൽ നിന്നാണ് പൊളിറ്റിക്കൽ സയൻസ് ഉത്ഭവിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഹൗ ഈസ് ദ സോഷ്യോളജി വർക്ക് ഡിഫറെന്റ് ഫ്രം വർക്ക് ഓഫ് ആൻ എക്കണോമിസ്റ്റ്? സോഷ്യോളജി എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ജോലി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ജോലിയിൽ നിന്നും എത്രത്തോളം വ്യത്യാസപ്പെടുത്തും? നമുക്കറിയാം സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് സമ്പത്തിനെ കുറിച്ചിട്ടാണ്. ഉൽപാദനം, ഉപഭോഗം, വിതരണം എന്നിവയെ കുറിച്ചിട്ട് സമ്പാദ്യങ്ങള്, മനുഷ്യന്റെ സമ്പാദ്യങ്ങൾ എത്ര എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ സോഷ്യോളജി അങ്ങനെയല്ല. സോഷ്യോളജി തന്നെ കുടുംബം, സമുദായം, ജാതി, വർഗം, മതം ഇങ്ങനെയുള്ള വിഭാഗങ്ങളാണ് ഇതിൽ പ്രതിദാനം ചെയ്യുന്നത് എന്നതാണ്. ഇനി തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? സോഷ്യോളജിയും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മേഖല മനുഷ്യന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ എല്ലാവിധ ബന്ധങ്ങളും അതിലുണ്ട്. അതുകൊണ്ട് അത് സാമ്പത്തികം മാത്രമല്ല, സാമൂഹ്യം കൂടിയാണ്. അതിനാൽ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വ്യാപ്തി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വ്യാപ്തിയേക്കാൾ വലുതാണ്. രണ്ടാമത് പറയുന്നുണ്ട് ഉൽപാദന, വിതരണ, ഉപഭോഗങ്ങളിലൂടെ മനുഷ്യന്റെ ഭൗതിക സന്തുഷ്ടി വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യക്ഷപരമായോ പരോക്ഷമായോ ബന്ധപ്പെട്ട എല്ലാം തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പഠന വിഷയമാണ്. എന്നാൽ ഒരു സാമൂഹിക ശാസ്ത്രം എന്ന പ്രാഥമികമായ താല്പര്യം സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സാമൂഹിക വശത്തിലാണ്. ഉൽപാദന വിതരണങ്ങളിൽ സാമൂഹ്യ ശാസ്ത്രം അത്ര താല്പര്യമല്ല. മൂന്നാമത് പറയുന്നുണ്ട് സാമ്പത്തിക ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രത്തെക്കാൾ പഴക്കമുള്ളതാണ്. സമീപകാലത്ത് വളർച്ച പ്രാപിച്ച ഒന്നാണ് സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്? അല്ല, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ആന്ത്രോപോളജിസ്റ്റ് ആൻഡ് സോഷ്യോളജി ആണ്. അതായത് സാമൂഹ്യ ശാസ്ത്രം നരവംശ ശാസ്ത്രം തമ്മിലുള്ള ബന്ധം എന്താണ്, വ്യത്യാസം എന്താണ്? നരവംശ ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. മനുഷ്യന്റെ ജീവപരിണാമത്തെ കുറിച്ചിട്ടും സ്വഭാവത്തെ കുറിച്ചിട്ടുമൊക്കെയുള്ള പഠനമാണ് എന്ന് പറയുന്നത് നരവംശ ശാസ്ത്രം എന്ന് പറയുന്നത്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സമൂഹത്തെ കുറിച്ചും മനുഷ്യ പെരുമാറ്റത്തെ കുറിച്ചും പഠിക്കുന്നതാണ്. അപ്പൊ അതിന്റെ വ്യത്യാസം നമുക്ക് പറയാം. സമൂഹത്തെ കുറിച്ചുള്ള ഒന്നായിട്ടുള്ള പഠനമാണ് ആന്ത്രോപോളജി, നരവംശശാസ്ത്രം. അതിന്റെ രാഷ്ട്രീയ നിയമപരമായ പ്രശ്നങ്ങൾ, കുടുംബം, സംഘടന, മതം, കല, വ്യവസായങ്ങൾ, തൊഴിലുകൾ എന്നിവയെല്ലാം അത് പഠനം വിധമാക്കുന്നു. എന്നാൽ സാമൂഹ്യ ശാസ്ത്രമാകത്തെ അതിന്റെ പ്രത്യേക വശങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. സാമൂഹികപരമായ ഇടപാടുകളാണ് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ശ്രദ്ധാകേന്ദ്രം. രണ്ടാമത് പറയുന്നുണ്ട് നരവംശ ശാസ്ത്രം ചെറിയൊരു സുസ്ഥിര സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ സാമൂഹിക ശാസ്ത്രം എന്ന് പറയുന്ന ബൃഹത്തായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മൂന്നാമത് പറയുന്നുണ്ട് നരവംശ ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രവും വേറിട്ട ശാസ്ത്രങ്ങളാണ്. അതിന് അതിപുരാതന കാലഘട്ടത്തിലെ മനുഷ്യനും അവന്റെ സംസ്കാരവും എങ്ങനെ വികസിച്ചതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നരവംശ ശാസ്ത്രത്തിൽ പഠിക്കുന്നത്. എന്നാൽ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പഠന വിഷയം അത് തന്നെയാണ്, പക്ഷേ അത് വർത്തമാന കാലത്തെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് സോഷ്യൽ വർക്കാണ്. സാമൂഹ്യ ശാസ്ത്രങ്ങളും സാമൂഹ്യ സേവനങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? സമൂഹത്തിന്റെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിയമപരമായിട്ടുള്ള ഒരു രാജ്യത്ത് ചെയ്യുന്ന
ജോലിയെ സാമൂഹ്യ സേവനം എന്ന് പറയും. സമൂഹത്തെക്കുറിച്ച് പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. എന്നാൽ സാമൂഹിക നീതി നേടുക, ജീവിതം മെച്ചപ്പെടുത്തുക, എല്ലാ വ്യക്തികളുടെയും കഴിവുകൾ വികസിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ നേടുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന ജോലിയാണ് സാമൂഹ്യ സേവനം. എന്നാൽ സാമൂഹ്യ ശാസ്ത്രത്തിൽ സാമൂഹ്യപരമായ ഇടപാടുകളാണ് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൽ 1 മാർക്കിന്റെ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസിൽ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്കോ നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.